അഫ്ഗാനിസ്ഥാന് ശക്തമായ താക്കീത് നൽകി അമേരിക്ക. ബാഗ്ര വിമാനത്താവളത്തിന് നിയന്ത്രണം തിരിച്ചേൽപ്പിക്കണം എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം അല്ലാത്തപക്ഷം വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. ഐശൻ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. നിഖിൽ, അഫ്ഗാനിസ്ഥാനിലെ സൈനിക നീക്കങ്ങൾക്ക് ശേഷം കാര്യമായ സൈനിക നടപടിയെ നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയിരുന്നത് ഒസാമ ബിൻ ലാദനെ പിടികൂടുന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിഷയങ്ങളിലും താലിബാന്റെ നിയന്ത്രണം ഒഴിവാക്കുന്നതിനും താലിബാന്റെ ഭീകര ഭരണകൂടത്തിന്റെ നിയന്ത്രണം ഒഴിവാക്കുന്നതിനുമൊക്കെയായി ചില നീക്കങ്ങൾ നടത്തിയിരുന്നതിന്റെ ഭാഗമായാണ് അമേരിക്ക ശക്തമായ ഒരു സൈനിക സാന്നിധ്യം അഫ്ഗാനിസ്ഥാനിൽ സ്ഥാപിച്ചത്. ആ അഫ്ഗാനിസ്ഥാനിൽ അന്നത്തെ സൈനിക സാന്നിധ്യം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ബംഗ്രാം എയർപോർട്ട് നിർമ്മിക്കുകയും ചെയ്തത്. 2021 സൈന്യം അമേരിക്കയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സൈന്യം പിന്മാറിയതോടെ ഈ എയർപോർട്ടിന്റെ നിയന്ത്രണം തങ്ങൾക്ക് തന്നെ നിലനിർത്തണമെന്നൊരു ആവശ്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കുകയും നിലവിലെ താലിബാൻ ഭരണകൂടം ഇക്കാര്യത്തിൽ യാതൊരു നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കർശനമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന അല്ലെങ്കിൽ ഒരു മോശമായ വാർത്ത അല്ലെങ്കിൽ മോശം വാർത്ത, ബാഡ് ന്യൂസ് ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ എയർപോർട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള സൈനിക നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന സൂചന തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വിമാനത്താവളം. അതായത് ചൈന അഫ്ഗാൻ അതിർത്തിക്ക് സമീപമുള്ള ഈ വിമാനത്താവളം ചില സ്ട്രാറ്റജിക് പ്രത്യേകതകൾ ഉള്ളതാണ് എന്ന് അമേരിക്കൻ സൈന്യം തന്നെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിമാനത്താവളത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കയുടെ കൈവശം നിലനിർത്തണം എന്നൊരു നിലപാട് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാകാത്ത പക്ഷം, വൈകാതെ ഉണ്ടാകാത്ത പക്ഷം കർശന നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇറാനിൽ നടന്ന ആക്രമണത്തിന് പോലുള്ള ഒരു നീക്കം, പ്രതിരോധ നീക്കം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.